ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗിറ്റി റൈഡ്സ്. അപ്പോൾ ഇന്ന് പുറത്തൊന്ന് പോയിട്ടിരിക്കുകയാണ്. ബൈക്ക് എടുത്തില്ല, നല്ല രീതിയിൽ മഴയാണ്. അപ്പോൾ ഇന്ന് കാറും എടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് പുറത്ത് പോയി കുറച്ച് സാധനങ്ങൾ മേടിക്കണമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഇതുമായിട്ട് പോയി മേടിക്കാന്ന് വിചാരിച്ചു. ഉച്ചയ്ക്ക് ഇറങ്ങാന്ന് വിചാരിച്ചാണ്. പിന്നെ മഴയായിരുന്നു. ഞാൻ ശരി വൈകിട്ട് മഴയൊക്കെ തോരുവാണെങ്കിൽ കൊച്ചിനെ വിളിച്ചിരുന്നൊരു റൈഡ് പോവാന്നാണ് വിചാരിച്ചത്. പക്ഷേ എന്താ ചെയ്യാ, ഇത്രയും നേരമായിട്ട് മഴ തോന്നിട്ടില്ല. അതായത് തിരിച്ചു ഭയങ്കരമായിട്ട് അടുത്ത മഴ വന്നിട്ടിരിക്കുകയാണ്. ഇന്ന് ഉച്ചയ്ക്ക് തുടങ്ങിയ മഴയാണ്. ഇതുവരെ ഒരു ഇത് കുറവുമില്ല. കണ്ടില്ലേ, നല്ല രീതിയിൽ അടുത്ത് കറുത്ത് വരുവാണ്. പക്ഷെ നല്ല അടിപൊളി ക്ലൈമറ്റ് ആട്ടോ. നല്ലൊരു വ്യൂ ആണ്. കണ്ടില്ലേ, നമ്മൾ എവിടെ പോയാലും ആ ഒരു വ്യൂ ഉണ്ടല്ലോ, അത് ഒരിക്കലും നമ്മളെ വിട്ട് പോകത്തില്ല. എവിടെ പോയാലും കാണും ഒരു വ്യൂ. ഇന്ന് ജസ്റ്റ് ഒന്ന് സിറ്റിക്കകത്ത് തന്നെ ഇന്നൊന്ന് പുറത്തോട്ടൊന്ന് ഇറങ്ങിയിട്ട് കൊച്ചിന് കുറച്ച് സാധനം മേടിക്കണമായിരുന്നു. കുറച്ച് സ്റ്റേഷനറി കാര്യങ്ങളൊക്കെയാണ്. പിന്നെ വൈഫിനും കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണമായിരുന്നു. അപ്പൊ അതിന്റെ ഇതുമായിട്ട് ഒന്ന് പുറത്തിറങ്ങാന്ന് വിചാരിച്ചു. സമയം ഇപ്പം എത്രയാ, മണി 6:30 ആവുന്നു. ഞായറാഴ്ച എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ, നല്ല രീതിയിൽ ട്രാഫിക്കാണ്. ഞായറാഴ്ചയൊക്കെ വൈകിട്ടൊക്കെ വന്നു കഴിയുമ്പോൾ ട്രാഫിക് ഒക്കെ ഒട്ടും കാണത്തില്ല എന്നാണ് വിചാരിച്ചത്. ഇത് കണ്ടില്ലേ, നല്ല ഒടുക്കലത്തെ ട്രാഫിക്കാണ്. ഇതിപ്പം എന്താ പറയണ്ട, ഒരു വീക്ക് ഡേ പുറത്തിറങ്ങിയാലും വീക്കെൻഡ് പുറത്തിറങ്ങിയാലും സെയിം അവസ്ഥ തന്നെയാണ് ബാംഗ്ലൂരിൽ. ഇത് കണ്ടില്ലേ, നല്ല രീതിയിൽ ജാമാണ്. ട്രാഫിക് ഒന്നൊന്നര ട്രാഫിക് ജാമാണ്. ഇത്രയ്ക്കും എന്താ, ഇന്ന് ഓഫീസില്ല, സ്കൂളില്ല, ഒന്നുമില്ല. മാക്സിമം ഇന്ന് എന്താ ഈ റീറ്റെയിലൊക്കെ ഒഴിച്ച് ബാക്കിയല്ല മാക്സിമം ഹോളിഡേയ്സാണ്. പക്ഷെ എന്നിട്ട് പോലും ആ ട്രാഫിക് കണ്ടില്ലേ. സീരിയസ്ലി ഗൈസ്, ആകപ്പാട് നമ്മളെ വീട്ടിൽ നിന്ന് ഇവിടെ വരുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു കൂടി പോയി ഒരു 5 കിലോമീറ്റർ. പക്ഷെ ഇതിപ്പോ നമ്മൾ ഇറങ്ങിയിട്ട് ഒരു 1/2 മണിക്കൂർ അടുപ്പിച്ചാവുന്നു. എന്നിട്ടും ട്രാഫിക്കിന് ഒരു കുറവുമില്ല. ഒരു വിധത്തിലാണ് ട്രാഫിക് കുറച്ച് മാറി പോയിട്ടിരിക്കുന്നത്. എന്നാ അങ്കിച്ചിക്ക് ബൈക്കിൽ പോകണമെന്നായിരുന്നു ഒരു ആഗ്രഹം. കുറെ ദിവസം കൊണ്ട് ചോദിക്കാം, അച്ഛൻ എന്നെയും ബൈക്ക് റൈഡ് കൊണ്ടുപോകും. എന്തായാലും ലോങ് ഒന്നും അവളെയും കൊണ്ട് പോകാനൊന്നും പറ്റൂല. അപ്പൊ പിന്നെ ചെറിയൊരു ഷോർട്ട് റൈഡ് അടിക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ മഴ പണി പാളിപ്പിച്ചു. അതുകൊണ്ട് ഇന്നും അങ്കിച്ചയ്ക്ക് ഒരു റൈഡ് പോകാൻ പറ്റിയില്ല ബൈക്കിൽ. കുറെ ദിവസം കൊണ്ട് എന്നോട് ചോദിക്കുന്നത്, എന്നെയും ഒരു റൈഡ് കൊണ്ടുപോകാ, എന്നെയും കൂടെ കൊണ്ടുപോകുന്നു. പക്ഷെ എന്ത് ചെയ്യാൻ, ബാഡ് ലക്ക് ഇല്ലേ അങ്കിച്ചി? നമ്മളങ്ങനെ പോയിട്ടിരിക്കുന്നു. വല്ല വിധനും ട്രാഫിക് ഒക്കെ കുറച്ച് മാറി പോയിട്ടേ ഇരിക്കുന്നു. എന്നാലും ഉണ്ട്, അത്യാവശ്യത്തിന് ട്രാഫിക് ഉണ്ട്. എന്നാലും കുറച്ച് മിസ്സായോണ്ടല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും പണി പാടും. ഒന്നി ലെഫ്റ്റ് സൈഡിൽ നിന്ന് വല്ലവനും കൊണ്ട് കയറ്റും, അല്ലെങ്കിൽ റൈറ്റ് സൈഡിൽ നിന്ന് വല്ലവനും കൊണ്ട് കയറ്റും. അത്രയ്ക്ക് ശ്രദ്ധിച്ച് വണ്ടി ഓട്ടിക്കണം ഈ ബാംഗ്ലൂർ ട്രാഫിക്കിന്റെ അകത്ത്. ബൈക്കാണെങ്കിൽ പോലും പിന്നെയും കുഴപ്പമില്ല. ഈ കാറും കൊണ്ടൊക്കെ ഈ ട്രാഫിക്കിന്റെ അകത്ത് വരുമ്പോണ്ടല്ലേ, സത്യമായിട്ടും മറ്റെന്താ പറയുന്നത് അറിയുമ്പോൾ ഒരു ഇറിറ്റേഷൻ ലെവലാണ് ഈ കാറും കൊണ്ട് ബാംഗ്ലൂരിന്റെ അകത്ത് ഡ്രൈവ് ചെയ്യാന്ന് പറയുന്നത്. അത് പറഞ്ഞപ്പോഴാണ് ഗൈസ്, ഇവിടെ ചില ബാംഗ്ലൂരിൽ ഈ വണ്ടി ഓട്ടിക്കുന്ന ചില ക്ലാപ്പന്മാരും ഉണ്ട് കേട്ടോ. സത്യമായിട്ട് അവർ എന്തിനാണ് ആരാണ് ഇവർക്കൊക്കെ ലൈസൻസ് കൊടുക്കുന്നതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഫ്രണ്ട് ഇതാ പോകുന്നില്ല ഈ സ്വിഫ്റ്റ് കാറ്. ഇവൻ കുറെ നേരം കൊണ്ട് പുറകെ കിടന്ന് ഒരേ ഹോണടി. സംഭവം ഫ്രണ്ടിൽ ഒരുത്തൻ എന്താ പറയണ്ട, കണ്ടില്ല, ഒരു ബസ്, ഇത്രയും വലിയ ബസ്, അവർക്ക് കുറച്ചു നേരം ഒന്ന് നമ്മൾ വെയിറ്റ് ചെയ്താലേ അവർ യൂ ടേൺ എടുത്ത് പോകാൻ പറ്റത്തുള്ളൂ. ഒന്ന് ഒടുക്കലത്തെ ഹോണടി. എന്നിട്ട് ഇവിടെ വന്ന് നിൽക്കുന്നു. ഇവനൊക്കെ എന്ത് പറയാം, ഇവനൊക്കെ ആരാണ് ഈ ഊളകൾക്കൊക്കെ ലൈസൻസ് കൊടുത്തതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. വണ്ടി ഓട്ടിക്കുന്നതോ അവൻ ഏത് സൈഡ് ഓട്ടിക്കേണ്ടെന്ന് അവന് തന്നെ ഒരു പിടുത്തമില്ല. അത്രയ്ക്ക് റാഷ് ഡ്രൈവിങ്ങും വൺ ഓഫ് ദ വർസ്റ്റ് ഡ്രൈവിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. ഇവനൊക്കെ ട്രാഫിക്കിനകത്ത് വണ്ടിയും കൊണ്ട് പോയിട്ട് വല്ല വെറുതെ പോകുന്നവന്മാരെ മെക്കിട്ട് വണ്ടിയും കൊണ്ട് കയറ്റും. സത്യമായിട്ട് അത് ഏതോ ഒരു ഹിന്ദിക്കാരനാന്ന് തോന്നുന്നു ആ വണ്ടി ഓട്ടിക്കുന്നത്. ഇവനൊക്കെ ലൈസൻസും കൊടുത്ത് വണ്ടി വിശ്വസിച്ച് കൊടുത്തു കണ്ട ഇവനെയൊക്കെ എന്തൊരു ചെയ്യാന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഒരു നമ്പർ 1 ഊള ഡ്രൈവിംഗ് എന്നൊക്കെ പറയുന്ന പോകുന്ന അവന്റെ ഒരു ഡ്രൈവിംഗ് ആണ്. ഇത്രയും ട്രാഫിക്കിനകത്ത് ഇതെന്താ, മറ്റേ NH ഹൈവേ ആണോ അടിച്ച് പറപ്പിച്ചൊക്കെ പോവാൻ? സിറ്റി ലിമിറ്റിലെ വണ്ടി ഓട്ടിക്കാൻ പറ്റത്തോ? അതിപ്പോ എന്ത് അർജന്റ് സിറ്റി ലിമിറ്റിൽ തന്നെ വണ്ടി ഓട്ടിക്കണം. ഇവന് മാത്രല്ല, ഇവിടെ കുറെ ചില ഡ്രൈവേഴ്സിനെയൊക്കെ വണ്ടി ഓട്ടിയിലൊക്കെ കണ്ടില്ല, വണ്ടിയും കിണ്ടിയും ഒന്നും ഓട്ടിക്കാൻ അറിയത്തില്ലെങ്കിലും വണ്ടിയും പൊക്കി പിടിച്ച് റോട്ടിലോട്ട് ഇറങ്ങിക്കോളൂ. എന്നിട്ട് വല്ലവന്റെ മെക്കിട്ട് കൊണ്ട് കയറ്റുന്നത്, വല്ലവന്റെ എന്താ ഒരു പബ്ലിക് വയലേഷൻ എന്നാണെങ്കിൽ പറയാം. അത്രയ്ക്ക് വേസ്റ്റ് ഡ്രൈവേഴ്സ് ആണ് ചില ഡ്രൈവേഴ്സ് ഇവിടെ. എസ്പെഷ്യലി ഈവൻ ക്യാബ് ഡ്രൈവേഴ്സ് എന്നാലും ശരി, പേഴ്സണൽ വണ്ടി വെച്ചിരിക്കുന്നതാലും ശരി തന്നെ. സീരിയസ്ലി ഇവർക്ക് എങ്ങനെയാണ് ലൈസൻസ് ഒപ്പിച്ചെടുക്കുന്നതാണ് എനിക്ക് മനസ്സിലാവാത്തത്.
സീരിയസ്ലി വണ്ടി ഓട്ടിക്കുകയാണെങ്കിൽ എന്നല്ല, വണ്ടിയായിട്ടുള്ള രീതിയിൽ ഓട്ടിക്കുക. അതിപ്പോ കാറായിരുന്നാലും ശരി തന്നെ, ബൈക്കായിരുന്നാലും ശരി തന്നെ, വണ്ടി അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ഓട്ടിക്കുക. കൂടുതൽ ഈ ഷോ ഓഫ് ഒക്കെ കാണിക്കുന്നത്, വൻ സ്പീഡിലൊക്കെ പോകുന്നത്, പോയാൽ അവനവന്റെ അപ്പനും അമ്മയ്ക്കും പോയി, അല്ലെ വെറുതെ ചുമ്മാ നടന്നു പോകുന്ന പാവങ്ങളുടെ മണ്ടയ്ക്കൊക്കെ വണ്ടിയും കൊണ്ട് കയറ്റുന്നത് കുറെ പേരുണ്ട്. അതിപ്പോ ഞാൻ നമ്മുടെ നാട്ടിലായിരുന്നാലും കണ്ടിട്ടുണ്ട്. വണ്ടിയിലൊക്കെ പോകുന്ന കണ്ടു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത് അറിയോ, റോഡൊക്കെ അവരുടെ എന്താ പറയണ്ട, അവരുടെ കുടുംബത്തിൽ നിന്ന് കൊണ്ടിട്ട റോഡ് പോലെയും, എന്നുവെച്ചാൽ പ്രൈവറ്റ്, അവർക്ക് മാത്രം വേണ്ടിയുള്ള റോഡ് പോലെയൊക്കെയാണ് ഈ ചിലവരൊക്കെ വണ്ടി ഓട്ടിക്കുന്നത്. പിന്നെ എസ്പെഷ്യലി ചില ചെറുക്കന്മാർ ബൈക്കൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ വണ്ടി ഓട്ടിക്കാൻ അറിയത്തില്ലെങ്കിലും പൊക്കി പിടിച്ചിട്ട് റോഡിലോട്ട് ഇറങ്ങിയിട്ട് സീരിയസ്ലി നെക്സ്റ്റ് ലെവൽ റാഷ് റൈഡിങ് ഒക്കെയാണ് ചിലവർ ചെയ്യുന്നത്. ഈ ഇടയ്ക്ക് ഞാൻ ഒരു ന്യൂസ് കണ്ടായിരുന്നു, നമ്മളെ കൊച്ചിയുടെ ആ സൈഡിൽ വെറുതെ പോയിട്ടിരുന്ന ഒരു അമ്മയും മോളും നടന്നു പോയിട്ടിരുന്ന ഒരു ഒരു ബൈക്കുകാരൻ, എന്റെ വായിന്ന് വേറെ എന്തൊക്കെ വാക്കുകൾ വരുന്നുണ്ട്, അവൻ വെറുതെ പോയിട്ടിരുന്നവരെ കൊണ്ട് ഇടിച്ച് ആ കൊച്ചു സ്പോട്ട് ഔട്ടാണ്. വണ്ടിയെ പോലെ ഓട്ടിക്കുക. ഇതെന്താ ആരെ ഷോ കാണിക്കാൻ, ആരെ കാണിച്ചിട്ട് എന്ത് കിട്ടാനാണ് ഈ ഇത്രയും ഷോ ഓഫ് ഒക്കെ കാണിച്ച് ഓവർ സ്പീഡിങ്? സീരിയസ്ലി. നമ്മളങ്ങനെ ഫൈനലി നമ്മളെ ഡെസ്റ്റിനേഷൻ കടയുടെ അവിടെ എത്തി. ഇതൊക്കെയാണ് ഈ ലൈനിലിരിക്കുന്ന കടയിൽ നിന്നൊക്കെയാണ്. ഇതിന്റെ തൊട്ടപ്പുറത്ത് സ്റ്റേഷനറി ഷോപ്പ് ഉണ്ട്. ഇവിടെയൊക്കെയാണ് നമുക്ക് കുറെ സാധനം, ഇവിടെ നിന്ന് പച്ചക്കറി, പിന്നെ അതുപോലെ തന്നെ അപ്പുറത്ത് നിന്ന് കുറച്ച് ബേക്കറി സാധനം, അതിന്റെ അപ്പുറത്ത് വേറെ ഒരു സ്റ്റേഷനറി ഷോപ്പ് ഉണ്ട്. അപ്പം അവിടെ നിന്നൊക്കെ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വേണം ഇനി ഇറങ്ങാൻ. അങ്ങനെ ഫൈനലി നമ്മളിതാ വണ്ടിയൊക്കെ വല്ല വിധത്തിനാണ് പാർക്കിംഗ് പ്ലേസ് കിട്ടിയത്. ഇതാ വണ്ടിയൊക്കെ നിർത്തി ഇനി ഷട്ടപ്പട്ടേന്ന് സാധനങ്ങളൊക്കെ മേടിച്ചതിന് ശേഷം അടുത്ത വമ്പൻ മഴയ്ക്കുള്ള കോളുണ്ട്. അപ്പൊ ഷട്ടപ്പട്ടേന്ന് അടുത്ത് പെട്ടെന്ന് തന്നെ സാധനം മേടിച്ചിട്ട് ഇറങ്ങണം. അങ്ങനെ നമ്മൾ സാധനമൊക്കെ മേടിച്ചിട്ട് അതാ ഇറങ്ങി. സമയം ഇപ്പം എത്ര, 8 മണി അടുപ്പിച്ചായി. ഇനി നേരെ വീട്ടിലോട്ട്. ഇനി ഇവിടെ നിന്നൊരു 2 കിലോമീറ്ററും കൂടെ ഉള്ളൂ. പക്ഷേ ഈ 2 കിലോമീറ്റർ എന്ന് പറയുന്നത് ട്രാഫിക് എന്ന് പറഞ്ഞാൽ ഒരു അപാര ട്രാഫിക്കാണ്. അതാണ് അതിൻ്റെയൊക്കെ. ഇനി 2 കിലോമീറ്റർ ക്രോസ് ചെയ്യണമെങ്കിൽ എന്തായാലും ഒരു അരമണിക്കൂർ അത്രയും സമയം എടുക്കും. കണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ലേ 2 കിലോമീറ്റർ, പക്ഷെ ട്രാഫിക് കണ്ടില്ലേ, വണ്ടി അനങ്ങുന്ന പോലും അത്രയ്ക്ക് ട്രാഫിക്കാണ്. കണ്ടില്ലേ, നീ ട്രാഫിക് ഒക്കെ കഴിഞ്ഞിട്ട് എപ്പോൾ പോവാനാന്നുള്ളതിൽ ഒരു ഇതില്ല. ഗൈസ് ആലോചിച്ച് നോക്കാം, ഈ സൺഡേ ഇത്രയും ട്രാഫിക് ആണെങ്കിൽ വീക്ക് ഡേയ്സ് ഒക്കെ എന്താ അവസ്ഥ എന്നൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഗൈസ് അപ്പോൾ വന്നിട്ടുള്ളതുകൊണ്ട് അങ്കിച്ചൊക്കെ ഒരു ഷവർമ കഴിക്കണം എന്ന് പറഞ്ഞു. അതായത് ഇവിടെ ഒന്ന് ചോക്ലേറ്റും കഴിച്ചിട്ടിരിക്കും. പിന്നെ ഇവിടെ വണ്ടിയൊക്കെ ഒന്ന് നിർത്തിയിട്ട് ഒരു ഷവർമ മേടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. നമ്മളങ്ങനെ ഒരു ഷവർമ ഷോപ്പിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് ഷവർമ ഒന്ന് മേടിച്ചിട്ട് പാർസൽ എടുത്തിട്ട്. ഇനിയിപ്പോൾ മഴ വരുന്നുണ്ടെങ്കിൽ ഇപ്പം ഇവിടെ ഒന്നും കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഇനി ഇവിടെ നിന്ന് എന്തായാലും ഒരു ഷവർമ പാർസൽ മേടിച്ചിട്ട്, ഇപ്പോൾ വണ്ടി നമ്മളിതാ അതിൻ്റെ അങ്ങ് അപ്പുറത്താണ് നിർത്തുന്നത്. ഇവിടെയൊക്കെ കണ്ടില്ല, റോഡിൻ്റെ ഈ സൈഡൊക്കെ ആയിട്ട് ഇവിടെയൊക്കെ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പണിയാവും. പെട്ടെന്നുണ്ടെങ്കിൽ ജാമൊക്കെ ആവുകയാണെങ്കിൽ പിന്നെ വണ്ടി ഇതുപോലെ ഒരു പണി കിട്ടിയിട്ടുള്ളതാണ്. സൈഡിൽ കൊണ്ട് നിർത്തിയിട്ട് ലാസ്റ്റ് ഏതോ ഒരു ബസ്സുകാരെ കൊണ്ട് വരച്ചിട്ടൊക്കെ പോയി. അതിനുശേഷം പിന്നെ വണ്ടി റോഡിൻ്റെ സൈഡിൽ നിർത്തുന്ന ആ ഒരു പരിപാടി നിർത്തി കുറച്ച് അകത്തോട്ടെല്ലാം മാറ്റി വെച്ചിട്ടാണ് നമ്മളെ ഷവർമ റെഡി ആയിട്ടിരിക്കുന്നത്. നമ്മളങ്ങനെ ഫൈനലി നമ്മളെ വീട്ടിൽ റീച്ചായി. ഇനി നേരെ നമ്മൾ വണ്ടിയോ ഒന്ന് കൊണ്ട് പാർക്ക് ചെയ്തിട്ട് മോളിൽ കയറുന്നു. ഫൈനലി നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ഇനി നേരെ മുകളിലോട്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇനി വണ്ടിക്കകത്ത് കുറേ സാധനം കിടപ്പുണ്ട്. ഇനി അതും കൂടെ ഒന്ന് എടുക്കണം. ഇനി കുറേ ഇതും പിന്നെ ഫ്രണ്ടിലും അങ്ങനെ കുറേ സാധനങ്ങൾ കിടപ്പുണ്ട്. ഇനി ഇതൊക്കെ എടുത്തിട്ട് വേണം ഇനി മോളിൽ കൊണ്ട് കയറാൻ. ഇവിടെ പാർക്കിംഗ് ഇങ്ങനെയൊക്കെയാണ് വെച്ചാൽ നമ്മൾ താഴെ ഉണ്ട്, അത്ര പാർക്കിംഗ് ഒന്നും പ്ലേസില്ല. ബൈക്ക് 2 വീലേഴ്സിന് മാത്രമേ ഉള്ളൂ. നമ്മൾ ഇവിടെയാണ് വണ്ടി ഇങ്ങനെ പാർക്ക് ചെയ്ത് വിട്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. അങ്കിച്ചിയും ഒരു ചോക്ലേറ്റ് ഒക്കെ അടിച്ചു കയറ്റി ഇതാ ഇരിപ്പാണ്. പുറത്ത് ഇത്ര നേരം മഴയില്ലായിരുന്നു. ഇപ്പം നമ്മളിത് അകത്ത് വന്ന് കയറി മഴ ചാറാൻ സ്റ്റാർട്ടായി. അങ്ങനെ വണ്ടിക്കകത്ത് നിന്ന് സാധനമൊക്കെ ഇറക്കിയിട്ട് വീട്ടിൽ വന്ന സമയം ഇപ്പോൾ മണി 9 ആവുന്നു. എപ്പോഴേ ഇറങ്ങിയെന്നറിയോ, ഈ ഒട്ടുക്കലത്തെ ട്രാഫിക് കാരണമാണ് ഇത്രയും ലേറ്റ് ആയത്. ആകപ്പാടെ മൊത്തത്തിൽ ഒരു 5 കിലോമീറ്റർ സറൗണ്ടിങ്ങിനാണ് ഇത്രയും സാധനം മേടിക്കാൻ ഇറങ്ങിയതുപോലെ ഇത്രയും ലേറ്റ് ആയില്ല. ഈ ട്രാഫിക്കിൽ നിന്നാണ് പണ്ടാരടങ്ങാനായിട്ട് ഇത്രയും സമയമായത്. അങ്കിച്ചിൻ ലിറ്ററലി ടയേർഡാണ്. അപ്പോൾ ഗൈസ്, അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ പെട്ടെന്ന് തന്നെ അടുത്തൊരു വീഡിയോയിലോട്ട് കാണാം. അപ്പോൾ ബൈ, ഗുഡ് നൈറ്റ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. ബൈ.